السلام عليكم ورحمة الله وبركاته. الحمد لله الذي من علينا برسول من أنفسنا وجعله وسيلتنا وقبلة أرواحنا وأنفسنا صلى الله عليه وعلى آله وأصحابه صلاة دائمة متصلة إلى يوم لقائنا. أما بعد. القصيدة الحجرية. മദീന മുനവ്വറയിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അൽ ഹുജറത്തു ഷരീഫയുടെ 4 ചുമരുകൾക്ക് ചുറ്റും എഴുതിവെക്കപ്പെട്ട പരിശുദ്ധമായ കവിതാ സമാഹാരം. നാം അറിയാതെ പോകരുത് ഈ കവിതയെക്കുറിച്ച്. ഉസ്മാനിയ ഭരണകൂടത്തിലെ 27ാം ഖലീഫയായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് ഒന്നാമൻ, ജനനം ക്രിസ്താബ്ദം 1725, മരണം ക്രിസ്താബ്ദം 1789, ജനനം ഹിജറാബ്ദം 1137, വഫാത്ത് 1203. മഹാനവറുകൾ ഹിജറ 1191 എഴുതിയ മനോഹരമായ 16 വരികളുള്ള ധാരാളം വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ട പരിശുദ്ധമായൊരു കവിത. ആ കവിത റൗളയുടെ ചുമരുകൾക്ക് ചുറ്റും എഴുതിവെക്കപ്പെടുകയും കാലങ്ങളോളം സത്യവിശ്വാസികൾ അതൊക്കെ വായിച്ച് മനസായുജ്യമടയുകയും ചെയ്തുകൊണ്ടിരുന്ന ആ മഹത്തായ കവിത, പക്ഷേ കാലങ്ങൾക്ക് ശേഷം വഹാബി ഭരണകൂടം കടന്നുവരികയും അവരുടെ അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് അതിൽ ചില വരികളൊക്കെ അവർ പാടെ മായ്ച്ചു കളയുകയും മറ്റുള്ള വരികൾ വായിക്കാൻ പ്രയാസം വരത്തക്ക രൂപത്തിൽ നിറം കൂടിയ പെയിന്റുകളെ കൊണ്ട് അവർ അതിനെ മറക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ എന്നാലും ആരു മറച്ചാലും ആരു മായ്ച്ചാലും കുറെ കാലം റൗളയുടെ ചുമരിൽ നിലനിന്ന ആ കവിതകൾ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ മനപ്പാടമാണല്ലോ, കിതാബുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴും റൗളയുടെ ചുമരിൽ തന്നെ അത് കാണാമല്ലോ, ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. അപ്പോൾ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും വഹാബി പരിശകൾക്ക് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹത്തായ പരിശുദ്ധമായ ആ കവിത. പ്രിയപ്പെട്ടവരെ, അതേക്കുറിച്ച് അല്പം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുൽത്താൻ അബ്ദുൽ ഹമീദ് ഒന്നാമൻ അത് രചിക്കുകയും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാകാരനായിരുന്ന അബ്ദുല്ലാഹി സുഹ്ദി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് അത് എഴുതിക്കുകയും ചെയ്യുകയാണ്. കാലങ്ങളെടുത്ത് എഴുതിയ അദ്ദേഹം അത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മുഴുവനും ബഹുമാന പുരസ്സരം മസ്ജിദുൻ നബവിയിൽ തന്നെ സൂക്ഷിക്കുകയും ബഹുമാനത്തോടുകൂടി ആളുകൾ അതിനെ കാണുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് വഹാബികളാൽ അതിനെ നശിപ്പിക്കപ്പെട്ടു എന്നത് മറ്റൊരു കാര്യം. ഖുദ്ബിയദി യാ റസൂലല്ലാഹ്, എന്റെ കരം പിടിക്കണമേ റസൂലേ എന്നതിനെയും ഇർതകബതു അലൽ ഖത്താ, ഒരുപാട് പാപം ചെയ്തു പോയവനാണ്, അങ്ങോട്ട് ഞാൻ വേവലാതി ബോധിപ്പിക്കുന്നു എന്നതിനെയുമെല്ലാം ശിർക്കും കുഫറുമായി മുദ്രകുത്തി ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിശ്വാസികളെയും മുശ്രിക്കീങ്ങളാക്കുന്ന വഹാബികൾ പക്ഷേ അറിയുന്നുണ്ടോ? സാക്ഷാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ റൗളയുടെ ചുമരുകൾ അവർക്ക് സദാസമയവും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആവണമല്ലോ അതിലെ പ്രധാനപ്പെട്ട 1, 2, 3, 6, 7, 8, 9, 10, 13 വരികൾ അവർ നിശേഷം മായ്ച്ചു കളയുകയും ബാക്കിയുള്ള വരികൾ വായിച്ചെടുക്കാൻ പ്രയാസമാകുന്ന രൂപത്തിലാക്കി തീർക്കുകയും ചെയ്തത്. എന്താണ് ആ വരികളിൽ ഉള്ളതെന്ന് നമുക്കൊന്ന് ചുരുങ്ങിയ രൂപത്തിൽ പരിശോധിക്കാമല്ലോ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. അള്ളാഹുവിന്റെ റസൂലായ എന്റെ സയ്യിദായ ഹബീബേ, അങ്ങ് എന്റെ കൈ പിടിക്കണമേ, അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല നബിയെ, അങ്ങയുടെ മേലിലല്ലാതെ അഭയം തേടാൻ ആരുമില്ല തങ്ങളെ. ഫഅന്ത നൂറുൽ ഹുദാ ഫീ കുല്ലി കായിനത്തിൻ വഅന്ത സിർറുൻ നദാ യാ ഖൈറ മുഅ്തമദി. ലോകത്തു മുഴുവനും ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചം വീശിയ നൂറാണല്ലോ അങ്ങ്. അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്നുവെങ്കിൽ അതിന്റെ രഹസ്യം അങ്ങാണല്ലോ. അങ്ങ് അവലംബിക്കപ്പെടുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമരല്ലേ നബിയെ. വഅന്ത ഹഖ്ഖൻ റിയാസുൽ ഖൽഖി അജ്മഇഹിം വഅന്ത ഹാദിൽ വറാ ലില്ലാഹി ദിസ്സദദി. അങ്ങ് എല്ലാ സൃഷ്ടികളെയും സത്യമായും സഹായിക്കുന്ന വ്യക്തിയല്ലേ. വഅന്ത ഹാദിൽ വറാ, ലോകത്തുള്ള സൃഷ്ടികളെ മുഴുവനും നേർവഴിയാക്കാൻ കഴിവുള്ളവരല്ലേ അങ്ങ്. അള്ളാഹുവിന്റെ സത്യസന്ധമായ ചൊവ്വായ വഴിയിലേക്ക് നേർവഴിയാക്കുന്ന മഹാനല്ലേ അങ്ങ്. പക്ഷെ ഈ 3 വരികളും ഖേദകരമെന്ന് പറയട്ടെ മായ്ക്കപ്പെട്ട വരികളിൽപ്പെട്ടതാണ് പ്രിയമുള്ളവരെ.
യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി. മറ്റൊരാളുടെ സന്താനമാവുകയോ സന്താനോൽപാദനം നടത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഏകനിൽ ഏകനായ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന വിഷയത്തിൽ മറ്റാർക്കും എത്താൻ കഴിയാത്ത സ്ഥാനത്തെത്തി ഏകനായി നിൽക്കുന്ന നബിയെ. യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഅൈഹി ഫറബ്ബൽ ജൈശ ബിൽ മദദി. ഓ നബിയെ, അവിടുത്തെ വിരലുകൾക്കിടയിലൂടെയല്ലയോ നദികൾ ഉറവ പൊട്ടിയൊഴുകിയത്. ആയിരക്കണക്കായ സൈന്യങ്ങൾക്കും അവരുടെ വാഹനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ കുടിക്കാനും അവർക്ക് വുളൂ ചെയ്യാനും കുളിക്കാനും പിന്നീട് ശേഖരിച്ചു വെക്കാനും ഒക്കെ ഉതകുന്ന രൂപത്തിലുള്ള ജലം ലഭ്യമാകത്തക്ക രൂപത്തിൽ വിരലുകൾക്കിടയിലൂടെ നദികൾ ഉറവ പൊട്ടി വന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ഹമീദ് സുൽത്താനെക്കുറിച്ച് വലിയ കവിയാണെന്നും ലളിത മനോഹരമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ അദ്ദേഹത്തെ പോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതിന്റെ പിന്നിലുള്ള രഹസ്യമെന്താണെന്ന് ഇത്തരം വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നദികൾ ഉറവ് പൊട്ടി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്, ചെറിയ നീർച്ചാലുകൾ എന്നല്ല. മാഷാ അല്ലാഹ്. ഇന്നി ഇദാ സാമനി ലൈമുൻ യുറബ്ബിഉനി അഖൂലു യാ സയ്യിദസ് സാദാത്തി യാ സനദി. എന്നെ പിടികൂടുന്ന അക്രമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ഞാൻ വിളിച്ചു പറയും നബിയെ, യാ സയ്യിദസ് സാദാത്തി യാ സനദി, എന്റെ അവലംബമേ, നേതാക്കളുടെ നേതാവേ എന്ന്. കുല്ലി സഫിയൻ ഇല റഹ്മാൻ മിൻ സലലി വംനുൻ അലയ്യ ബിമാ ലാ കാന ഫീ ഖലദി. എന്നിൽ നിന്ന് സംഭവിച്ചുപോയ അബദ്ധങ്ങളും ഇടർച്ചകളും പുറത്തു തരാൻ കരുണക്കടലായ അള്ളാഹുവോടങ്ങ് ശുപാർശ ചെയ്യണമേ. എന്നിൽ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ അലിവുണ്ടാവേണമേ. വൻദുർ ബിഐനി ദിലാലി ദായിമൻ അബദാ വസ്തുർ ബിഫദ്ലിക തഖ്സീരി ഇലൽ അമദി. ഏതു കാലഘട്ടത്തിലും അങ്ങയുടെ കാരുണ്യത്തിന് തിരുനോട്ടം കൊണ്ട് എന്നെ നോക്കേണമേ. എന്നിൽ നിന്ന് സംഭവിക്കുന്ന ന്യൂനതകളെയും വീഴ്ചകളെയും അവിടുത്തെ ഔദാര്യം കൊണ്ട് എക്കാലഘട്ടത്തിലും മറച്ചുവെക്കണമേ. വഅതിഫ അലയ്യ ബിഅഫ്വിൻ മിൻക യസ്മലുനി ഫഇന്നനി അൻക യാ മൗലായ ലം അഹിദി. അവിടുത്തെ വിശാലമായ വിട്ടുവീഴ്ച കൊണ്ടും മാപ്പുകൊണ്ടും എന്നോട് കനിവ് കാണിക്കണമേ. കാരണം എന്റെ നേതാവായ ഹബീബെ, ഒരു കാലഘട്ടത്തിലും അങ്ങയെ വിട്ടുപോകാൻ ഞാൻ തയ്യാറല്ല. ഇന്നി തവസ്സൽതു ബിൽ മുഖ്താരി അഫ്ളലി മൻ റഖസ് സമാവാതി സിർറിൽ വാഹിദിൽ അഹദി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലാഹുവിന്റെ 7 വാനങ്ങളും കയറിപ്പോയി റബ്ബിന്റെ ഹദ്റത്തിൽ ചെന്ന് അഭിമുഖ സംഭാഷണം നടത്താൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഏകനായ അല്ലാഹുവിന്റെ രഹസ്യമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് ഞാൻ തവസ്സുൽ ചെയ്ത് ഇടതേട്ടം നടത്തുകയാണ്. റബ്ബുൽ ജമാലി തആല അല്ലാഹു ഖാലിഖുഹു ഫമിസ്ലുഹു ഫീ ജമീഇൽ ഖൽഖി ലം അജിദി. എല്ലാ നന്മകളുടെയും അഴകുകളുടെയും മേന്മകളുടെയും സൗന്ദര്യങ്ങളുടെയും ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ സൃഷ്ടിച്ച അല്ലാഹു തആല പരമോന്നതനല്ലയോ? അവിടത്തെ പോലെ ഒരു സൃഷ്ടിയെ ലോകത്ത് ഒരാളെയും കണ്ടെത്താൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഖൈറുൽ ഖലായിഖി അലൽ മുർസലീന ദുറാ സുഖറുൽ അനാമി വഹാദീഹിം ഇലർ റശദി. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അത്യുത്തമരും എല്ലാ മുർസലീങ്ങളെക്കാളും അത്യുന്നതമായ പദവി അലങ്കരിക്കുന്നവരും അള്ളാഹുവിന്റെ പടപ്പുകളായ ആളുകൾക്ക് നാളെ പരലോകത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു സൂക്ഷിപ്പ് സ്വത്തും അവരെ മുഴുവനും സന്മാർഗത്തിലേക്ക് നേർവഴി കാണിച്ചവരുമായ നബി. ബിഹിൽ തജഅതു ലഅല്ലല്ലാഹ യഗ്ഫിറു ലീ ഹാദല്ലദീ ഹുവ ഫീ ളന്നി വമുഅതഖദി. ആ നബിയിലേക്ക് ഞാനിതാ അഭയം തേടുകയാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എനിക്ക് പുറത്തു തരാം. ഹാദല്ലദീ ഹുവ ഫീ ളന്നി വമുഅതഖദി. ഇതാണ് എന്റെ മനസ്സിലുള്ള ചിന്ത, ഇതാണ് എന്റെ ഉറച്ച വിശ്വാസം. ഫമദ്ഹുഹു ലം യസൽ ബി മദാ ഉമരി വഹുബ്ബുഹു ഇൻദ ദിൽ അർശി മുസ്തനദി. അവിടുത്തെ മദ്ഹ് ചെയ്യലും പുകഴ്ത്തലും പാടലും പറയലും അത് ഏത് കാലഘട്ടത്തിലും എന്റെ ആയുഷ്കാലം മുഴുവനും എന്റെ ഒരു പതിവും എന്റെ ഒരു ചിട്ടയും എന്റെ ഒരു പഥ്യവുമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വഹുബ്ബുഹു ഇൻദ ദിൽ അർശി മുസ്തനദി. അവിടത്തോടുള്ള സ്നേഹമാണ് അർശിന്റെ അധിപതിയായ റബ്ബിന്റെ അരികിലുള്ള ഏറ്റവും വലിയ അവലംബമായി ഞാൻ കണക്കാക്കുന്നത്. അലൈഹി അസ്ക സ്വലാത്തിൻ ലം തസൽ അബദാ മഅസ് സലാമി ബിലാ ഹസ്രിൻ വലാ അദദി. അവിടുത്തെ മേൽ പരിശുദ്ധമായ സലാത്തുകൾ ഏത് കാലഘട്ടത്തിലും വർഷിച്ചുകൊണ്ടേയിരിക്കട്ടെ. അവിടത്തോട് സലാം പറയുന്നതോടുകൂടെയാണ് ഈ സലാത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റമില്ലാതെ ഹസറില്ലാതെ അസംഖ്യം സലാത്തുകളെയും സലാമുകളെയും ആ പരിശുദ്ധമായ ഹളറത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വൽ ആലി വസ്സഹബി അഹ്ലിൽ
മജ്ദി ഖാതിബതൻ വതാബിഈഹിം ബിഇഹ്സാനിൻ ഇലാ അബദി. വേറൊരു റിവായത്ത് അനുസരിച്ച് ബഹരിസ് സമാഹി വഅഹ്ലിൽ ജൂദി വൽ മദദി. അവിടുത്തെ കുടുംബാദികളുടെ മേലിലും അനുചരന്മാരുടെ മേലിലും എല്ലാ മഹത്വങ്ങളുടെ ആളുകളുടെ മേലിലും അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അവരോട് പിമ്പറ്റിയ എക്കാലത്തുമുള്ള മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ മേലിലും ഏതു കാലഘട്ടത്തിലും ഉണ്ടാവട്ടെ. അവർ ഔദാര്യത്തിന്റെയും ധർമ്മത്തിന്റെയും സഹായത്തിന്റെയും ആളുകളാണല്ലോ. അവർക്കൊക്കെ ഈ സലാത്തും സലാമും സദാ വർഷിക്കട്ടെ. പ്രിയമുള്ളവരെ, 16 വരികളുള്ള മനോഹരമായ ഖസീദയിലെ 9 വരികൾ ഖേദകരമെന്ന് പറയട്ടെ പാടെ മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബഹുമാന പുരസ്സരം ലോകത്തുള്ള എല്ലാ സുന്നി വിശ്വാസികളും നിർവഹിച്ചു പോരുന്ന തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറയുന്ന മഹത്തായ സംഭവങ്ങളെയാണ് ആ വരികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കണ്ട് സഹിവരാത്ത വഹാബികൾ അത് പരിപൂർണമായി മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും അത് എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ്. അതേതെങ്കിലും ഒരു ചുമരിലോ മതിലിലോ അല്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ഹുജറത്തു ശരീഫയുടെ പരിപാവനമായ 4 ചുമർക്കെട്ടുകളുടെ മുകളിലാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിന്നും ഭാഗികമായിട്ടെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ ലോക മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ സ്വീകരിച്ചു പോന്നിരുന്ന നിലപാട് എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. ഈ കവിതയെ നമ്മൾ അറിയുകയും വായിക്കുകയും പഠിക്കുകയും അതിന്റെ ആശയം മനസ്സിലാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത നിങ്ങളോട് വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.